ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ഇന്നൊരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു സ്കാം കോൾ വന്നു. ഈവനിങ് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു നമ്പറിൽ നിന്നാണ് വന്നത്. ഒരു കമ്പ്യൂട്ടർ കോളായിരുന്നു ആദ്യം. മുംബൈ ഹൈക്കോടതിയിൽ നിന്നാണ് ഒരു സെമൻസ് വന്നിട്ടുണ്ട്, അത് കൈപ്പറ്റണം. അപ്പോൾ കൈപ്പറ്റാൻ വരുവാണെങ്കിൽ പ്രസ് 1, അതർവൈസ് കമ്മീഷനോട് സംസാരിക്കുകയാണെങ്കിൽ പ്രസ് 0. അപ്പോൾ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഞാൻ 0 അമർത്തി. അപ്പോൾ ഡയറക്റ്റ് ഒരു കോളിലേക്ക് പോയി. അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് ഇഷ്യൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോൾ വന്നായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു പിന്നെ പേര് ഇന്നതാണ്, മൊബൈൽ നമ്പർ ഇന്നതാണോ എന്നൊക്കെ ചോദിച്ചു. കൺഫേം ചെയ്തു. എന്നിട്ട് പിന്നെ അപ്പോൾ അയാൾ പറഞ്ഞു ഇതിലൊരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു കംപ്ലൈൻറ്റ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 5-ാം തീയതി മുംബൈ ബാന്ദ്ര അവിടെ ICIC ബ്രാഞ്ചിൽ എൻ്റെ ആധാർ കാർഡ്, എൻ്റെ പേര്, എൻ്റെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ മാസം 23-ാം തീയതി ആ അക്കൗണ്ടിൽ നിന്നും 25 lakhs ഇല്ലീഗലായിട്ട് ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേസെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല, എനിക്ക് ICIC ബാങ്കിൽ അക്കൗണ്ടും ഇല്ല, ഞാൻ മുംബൈയിൽ വന്നിട്ടുമില്ല. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു എന്താ ആധാർ കാർഡ് നഷ്ടമായിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല നഷ്ടമായിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കാൻ ആധാർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആധാർ എവിടെയും സബ്മിറ്റ് ചെയ്തില്ല. എഡ്യൂക്കേഷണൽ പർപ്പസൊക്കെ ആയിട്ട് നമ്മൾ ആധാർ കൊടുത്തിട്ടുണ്ടാവും, അല്ലാതെ വേറെ സബ്മിറ്റൊന്നും ചെയ്തില്ല. അങ്ങനെ അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ ക്രൈം ബ്രാഞ്ചിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മുംബൈയിൽ ഡയറക്റ്റ് വരണം. അപ്പോൾ ഞാൻ മുംബൈയിൽ ഡയറക്റ്റ് വരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ക്രൈം ബ്രാഞ്ചിലേക്ക് അയാൾ കണക്ട് ചെയ്തു. അപ്പോൾ ക്രൈം ബ്രാഞ്ചാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യം, ഇന്ന് കേസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളറിയാതെ എങ്ങനെയാണ് നിങ്ങളുടെ ആധാർ കാർഡ് ഇവിടെ വന്ന് അക്കൗണ്ട് തുടങ്ങുക. അങ്ങനെ അയാളെന്നെ കൺവിൻസ് ചെയ്തു. അപ്പോൾ പെട്ടെന്നുള്ളൊരിതിൽ ഞാനും ഓട്ടോമാറ്റിക്കലി കുറച്ച് പേടിച്ചു പോയി. അപ്പോൾ പിന്നെ അയാളിങ്ങനെ ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, മീൻസ് ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ക്ലിയർ, അതുകൊണ്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ വെക്കാവുന്ന സമയത്ത് പറഞ്ഞു നിങ്ങളെന്താ ഈ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് ഇത്രയും വലിയ സീരിയസ് ആയ ഇഷ്യൂവിനെ നിങ്ങളെന്താ ഇങ്ങനെ ഭയങ്കര സില്ലിയായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എനിക്ക് അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അയാൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത്, ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ്. അപ്പോൾ നന്നായി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ മൊത്തം ഡീറ്റെയിൽസും എനിക്ക് തന്നായിരുന്നു. അതായത് ഇന്നതാണ് കേസ് നമ്പർ, ഇന്നതാണ് ട്രാൻസാക്ഷൻ ഡേറ്റ്, ഇന്നതാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC നമ്പർ. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത് സഞ്ജയ്, ദറ്റ്സ് ഹെഡ് കോൺസ്റ്റബിൾ, മുംബൈ ബാന്ദ്ര പോലീസ് സ്റ്റേഷൻ. ഇന്നതാണ് എൻ്റെ നമ്പർ, അതായത് എൻ്റെ നമ്പർ ഇന്നതാണ്, ബാച്ച് നമ്പർ ഇന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് തന്നായിരുന്നു. എന്നിട്ട് പിന്നെ പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം തന്നെ മുംബൈയിലേക്ക് വരിക അങ്ങനെ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ മീൻസ് മൊത്തത്തിൽ പഠിച്ചു. ഇത് ഇനിയിപ്പം ആധാർ കാർഡൊക്കെ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ആവശ്യത്തിന് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്നു, അപ്പോഴാണ് ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്ന ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ പത്രത്തിലൊക്കെ ഇന്ന് തന്നെ കണ്ടു. പിന്നെ ഒരു വീഡിയോ കാണാനിടയിൽ ഇതേപോലത്തെ ഒരു മാറ്റർ, പിന്നെ യൂട്യൂബിൽ ചെക്ക് ചെയ്തപ്പോൾ സെയിം മാറ്റർ, അതുപോലെ ഡിഫറെൻറ്റ് മാറ്റർ, സെയിം കൈൻഡ് ഓഫ് കോൾ, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ ആണ് കുറച്ച് സമാധാനം ഇതങ്ങനെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കോളുകൾ വന്നേക്കാം, അപ്പോൾ സൂക്ഷിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.